നമസ്കാരം. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം അറസ്റ്റിലാകാൻ സാധ്യതയേറെ. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ആലോചന സജീവമാണ്. ഡൽഹിയിലെ അഭിഭാഷകരിൽ നിന്നടക്കം വിശദ നിയമോപദേശം തേടിയിട്ടുണ്ട്. CBI കേസെടുത്താൽ മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കാൻ പോന്ന തരത്തിലെ പരാമർശങ്ങൾ ഹൈക്കോടതി വിധിയിലുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു. സത്യസന്ധമായ അന്വേഷണത്തിന് CBI അനിവാര്യമാണെന്നും കോടതി പറഞ്ഞു. എബ്രഹാമിനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഗുരുതര പരാമർശമുള്ളത്. വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് KM എബ്രഹാം എന്ന കാര്യം ഹൈക്കോടതി എടുത്തു പറഞ്ഞു. വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങളുണ്ട്. എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു. ഇതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഈ സാഹചര്യത്തിൽ തെളിവ് നശീകരണ സാധ്യത അടക്കം മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിക്ക് മുമ്പിൽ ഉയർത്താൻ CBIക്ക് കഴിയും. അതുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ സാധ്യതകൾ KM എബ്രഹാം തേടുന്നത്. KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കൊച്ചി CBI യൂണിറ്റിനാണ് കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി 2015 ജോമോൻ പുത്തൻപുരയ്ക്കൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. 2015 ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു KM എബ്രഹാം. ഈ കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് പരാതി. ഇതിൽ തുടർ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കിഫ്ബി CEO എന്നീ പദവികളിൽ തുടരുകയാണ് എബ്രഹാം. നേരത്തെ സംസ്ഥാന വിജിലൻസ് KM എബ്രഹാമിനെതിരായ പരാതി അന്വേഷിച്ച് തള്ളിയിരുന്നു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെയാണ് അന്വേഷണം നടന്നത്. ഏറെ വിവാദങ്ങൾ ആ സമയത്ത് ചർച്ചയായിരുന്നു. IAS IPS പോരിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങളുണ്ട്. KM എബ്രഹാം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു. ഇതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. സത്യസന്ധമായ അന്വേഷണത്തിന് CBI അനിവാര്യമാണ്. വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് KM എബ്രഹാം എന്ന കാര്യവും വിമർശനത്തിനൊപ്പം ഹൈക്കോടതി എടുത്തു പറഞ്ഞതും ചർച്ചയാവുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച ചർച്ചകൾ സജീവമാണ്. എബ്രഹാം രാജ്യസന്നദ്ധ അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി ഇത് നിരസിക്കുകയാണ്. ഇപ്പോഴും അഴിമതി ആരോപണ കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതര നിരീക്ഷണങ്ങളുണ്ടെങ്കിലും രാജിവെക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. CBI അന്വേഷണ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ KM എബ്രഹാം രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. എല്ലാ പദവിയിലും എബ്രഹാമിനെ തുടരാം. അതിനിടെ CBI എബ്രഹാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടി നിലനിൽക്കുമ്പോൾ രാജിവെച്ച് സർക്കാരിന്റെ മുഖം രക്ഷിക്കേണ്ടതാണെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളുമൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവിലെ നിരീക്ഷണങ്ങൾ അതിശക്തമാണ്. KM എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്നും വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങളുണ്ടെന്നും കോടതി പറഞ്ഞതും നിർണായകമാകും. KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്നും ഇതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്നുമാണ് ഹൈക്കോടതി നിരീക്ഷണം. വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് KM എബ്രഹാം എന്നും കോടതി പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണത്തിന് CBI അനിവാര്യമാണെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം.